ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റമദാനിൽ നമുക്ക് പണികളൊക്കെ ഈസി ആക്കാൻ പറ്റിയുള്ള സ്നാക്സ്, ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്സ് റെസിപ്പിയും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ ഓവർ ഇങ്ങനെ വഴറ്റി സമയങ്ങൾ കളയേണ്ടാത്ത സ്നാക്സ് ആണ് കേട്ടോ അധികം വരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. മാത്രമല്ല നമ്മൾ ഫ്രീസ് ചെയ്ത് സ്നാക്സ് സൂക്ഷിക്കുന്ന കാര്യങ്ങളും എല്ലാം വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ നമ്മളെ ആദ്യത്തെ സ്നാക്സിന് വേണ്ടിയിട്ട് ഞാനൊരു അരക്കപ്പ് തേങ്ങ ചിരകിയത് കേട്ടോ. നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുന്നതിനനുസരിച്ച് തേങ്ങയൊക്കെ എടുത്താൽ മതി. കുറച്ച് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു ചമ്മന്തി ആട്ടോ ഉണ്ടാക്കുന്നത്, ചമ്മന്തി പൊടിക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് മല്ലിയില കേട്ടോ, മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചമ്മന്തിയൊക്കെ പൊടിച്ചു കൊടുക്കൂലേ അതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. നല്ല ഈസി സ്നാക്സ് ആണ് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് പുഴുങ്ങി ഞാൻ കുക്കറിൽ ഒരു 2 വിസിലടുപ്പിച്ച് എടുക്കുക ചെയ്യും. ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ അറിയാലോ, ആ രീതിയിൽ ഒന്ന് പുഴുങ്ങിയിട്ട് ഇതാ ചൂടോടെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കിഴങ്ങിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 2 ടീസ്പൂണൊക്കെ ചില്ലി ഫ്ലേക്സിലൊക്കെ അത്യാവശ്യം ചേർത്ത് കൊടുക്കണം കേട്ടോ. ചമ്മന്തിയിലും അതുപോലെ തന്നെ അത്യാവശ്യം സ്പൈസിയൊക്കെ ആക്കണം, എന്നാലാണ് ഈ ഒരു സ്നാക്സ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. പിന്നെ ഒരു 1/2 ടീസ്പൂണൊക്കെ ഗരം മസാല അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ആ ഒരു സ്പൈസിയും കാര്യങ്ങളൊക്കെ എല്ലായിടത്തേക്കും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അത്ര തന്നെ. ഭയങ്കര ഈസി ആട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുക. ഒരു 2 ആഴ്ച വരെയൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ കട്ട്ലറ്റൊക്കെ എടുത്ത് വെക്കില്ല, ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഓരോ ഉരുളകളായിട്ട് കയ്യിൽ കുറച്ച് എന്തെങ്കിലും ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് തടവിയതിന് ശേഷം പിടിക്കാണ്ടിരിക്കാനാണ് ഇതുപോലെ ഒന്ന് ഞാൻ വീഡിയോ കാണുന്ന പോലെ കേട്ടോ. നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി. ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ചമ്മന്തി വെച്ച് കൊടുക്കുക. നമുക്കത് കവർ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരാത്ത രീതിയിലുള്ള മസാലയാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ഞാനിതാ കാടമുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സാധാ നമ്മളെ കോഴിമുട്ടല്ലേ അതും പുഴുങ്ങിയിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു കുഴപ്പമില്ല, ടേസ്റ്റിലൊന്നും ഒരു ഡിഫറൻസൊന്നും ഇല്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതുള്ളത് കൊണ്ട് ഞാൻ എടുത്തു എന്നേ ഉള്ളൂ. എന്നിട്ട് ആ എഗ്ഗും ആ ഒരു ചമ്മന്തിപ്പൊടിയും കാണാത്ത രീതിയിൽ നമ്മൾ അതൊന്ന് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക, ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇത് കണ്ട. ഇനി ഇതൊരു ഷേപ്പ് ആക്കിയെടുക്കാം. ഞാനിത് ഈ ഒരു കബാബിൻ്റെ ഷേപ്പിലാട്ടോ ആക്കിയെടുക്കുന്നത്, ഈ ഒരു ഷേപ്പിൽ. അപ്പോൾ ഇതാ ഇങ്ങനെ ആക്കിയെടുക്കുക. ചമ്മന്തിയിൽ അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം ഈ ഉരുളക്കിഴങ്ങിലേക്കും എഗ്ഗിലേക്കും ഒക്കെ ഉള്ള ആ ഒരു മസാലയാണ് നമ്മൾ ആ ഒരു ചമ്മന്തിയിൽ വരുന്നത്. അപ്പോൾ ഞാനിതാ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ ഞാനൊരു 10 സ്നാക്സ് എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടേ. ഇനിയിപ്പോൾ കുറച്ച് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. നമ്മൾ കോൺഫ്ലോറിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ മൈദയും ഇത് ഞാൻ കുറച്ച് മൈദ പച്ചവെള്ളത്തിൽ ഉപ്പും ചേർത്ത് ഒന്നുകൊണ്ട് കലക്കിയെടുക്കുക കേട്ടോ. അങ്ങനെയാണ് ചെയ്തിട്ട്. ഓവർ കട്ടിയാവരുത്, ഓവർ ലൂസും ആവരുത്, അറിയാലോ. നിങ്ങൾക്ക് എഗ്ഗ് വേണമെങ്കിൽ എടുക്കാം, പക്ഷേ നമ്മൾ ഈ ഓയിലൊന്നും കേടുവരാണ്ട് ഇങ്ങനെ പതിഞ്ഞ് പോവാതെ ഒക്കെ ഇരിക്കാൻ നല്ലത് മൈദ തന്നെയാണ് കേട്ടോ. മൈദ എടുക്കായിരിക്കും ഒന്നും കൂടെ നല്ലത്. പിന്നെ നിങ്ങൾക്ക് മൈദ യൂസ് ചെയ്യുന്നില്ല എന്നുള്ള ആണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഗ്ഗ് എടുത്തോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിൽ ഞാനൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സ്നാക്സ് ആയിട്ട് നമ്മൾ കോൺഫ്ലോറിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങല്ലേ, അപ്പോൾ ഒന്ന് ഒരു സ്റ്റിഫിനെസ് ഒക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ശരിക്കും ഡയറക്റ്റ് മൈദയിലേക്ക് ആക്കിയിട്ട് ബ്രെഡ് ക്രംസിലാക്കിയാൽ മതി. നമുക്ക് ഒന്നും കൂടെ എന്താ പറയുക, ഒരു ക്രഞ്ചി, ഒരു ക്രിസ്പി ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അതിന് ശേഷം നമ്മൾ മൈദയിൽ ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ എടുക്കുക കേട്ടോ. എടുത്തിട്ട് ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാനിത് എല്ലാം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ബ്രെഡ് ക്രംസിലും നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു നനവ് മാറുന്നവരെ ബ്രെഡ് ക്രംസ് ഇങ്ങനെ മുകളിലേക്ക് ഇട്ടിട്ട് ചെയ്തെടുക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് ഒരു കൈ കൊണ്ട് നമ്മൾ മൈദയിൽ ഡിപ്പ് ചെയ്യുക, മറ്റേ കൈ കൊണ്ട് നമ്മൾ ആ ഒരു ബ്രെഡ് ക്രംസും കോട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ അറിയാലോ, അത് ബ്രെഡ് ക്രംസ് എല്ലാം നനഞ്ഞ് പിടിച്ച് കട്ടിയായി ആ ഒരു പ്രശ്നം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൈകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഷേപ്പാക്കി കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനെല്ലാം ഈ രീതിയിലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഭയങ്കര ഈസി അല്ലേ? മസാല വഴറ്റേണ്ട കാര്യങ്ങളും ഒന്നും ചെയ്യേണ്ടാത്തൊരു ഈസി സ്നാക്സ് ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ബോക്സിൽ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. ഒരു ബോക്സിൻ്റെ
വലുപ്പത്തിനനുസരിച്ച് ആദ്യം ഒന്ന് ലെയർ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കാണിച്ചു തരാം, ബട്ടർ പേപ്പർ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്രീസ് ചെയ്തിട്ട് നമുക്ക് 2 ആഴ്ച വരെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതിൽ കൂടുതൽ നിൽക്കും, പക്ഷേ അത്രയും നമുക്ക് വെക്കേണ്ട കാര്യമില്ലല്ലോ. 2 ആഴ്ച വരെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ എടുത്ത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് എടുത്തിട്ട് 2-3 മിനിറ്റ് പുറത്ത് വെച്ചാൽ മതി. നമുക്ക് അതിൽ ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. കുറേ സമയം തണുപ്പ് പോകാൻ വേണ്ടിയിട്ടൊന്നും പുറത്തെടുത്ത് വെക്കരുത് കേട്ടോ. 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അത്രയും ചെയ്താൽ മതി. നമ്മൾ അപ്പം ഉണ്ടാക്കിയ പോലെ തന്നെ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ഞാനിത് എണ്ണയിലേക്ക് ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഈ ചിക്കൻ റോളിൻ്റെ ഒരു കളറില്ല, ആ ഒരു കളർ ഗോൾഡൻ കളറിൽ ആക്കിയെടുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഞാൻ എണ്ണയിലിടുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ടൊന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ബ്രെഡ് ക്രംസൊക്കെ അതിൽ നന്നായിട്ട് ഇങ്ങനെ കോട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് നല്ലൊരു നമ്മളിടുന്ന സമയത്തൊക്കെ ഒരു ഷേപ്പും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ വേണ്ട, എന്നാൽ എണ്ണ നന്നായി ചൂടായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കോരി മാറ്റിയാൽ മതി കേട്ടോ. ആ രീതിയിൽ ചെയ്തെടുത്താൽ മതി. പൊട്ടിപ്പോവുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് കണ്ടോ, നല്ല കറക്റ്റായിട്ട് തന്നെ കെട്ടിയിട്ടുണ്ട്. നല്ല ഒരു ഗോൾഡൻ കളറിൽ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റട്ടെ. ഭയങ്കര എണ്ണ കുടിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല കേട്ടോ. നമ്മളെ ഫസ്റ്റിൽ സ്നാക്സ് ഇവിടെ റെഡിയാണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ ഒരു ചമ്മന്തി ഉണ്ടാക്കില്ലേ, അതിൽ അത്യാവശ്യം സ്പൈസി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇട്ടില്ലേ, അപ്പോഴും അത്യാവശ്യം ഇട്ട് കൊടുക്കുക. കാരണം എന്നാലാണ് അത് കഴിക്കുമ്പോൾ ഒരു പ്ലെയിൻ ആവാതെ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അത്യാവശ്യം സ്പൈസിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനതാ അതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സാണ് കേട്ടോ. ഇതിനെ എഗ് കബാബ് എന്നോ എഗ് റോൾ എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ എഗ് കബാബ് എന്ന് പറയാം. ഭയങ്കര ഈസി അല്ലേ. ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. ഈ ചമ്മന്തിയെല്ലാം കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. ജോലിക്കൊക്കെ പോകുന്നവർക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്ക് സൺഡേയിലൊക്കെ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ആഴ്ചത്തേക്കുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ സെറ്റായി കിട്ടും കേട്ടോ. ഭയങ്കര ഈസി ആയിരിക്കും വൈകിയൊക്കെ വരുന്നവർക്ക്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്നാക്സ് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു. പിന്നെ ബാക്കി ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ മാത്രമായിട്ട് എടുക്കുക, ബട്ടർ മാത്രം ആയിട്ട് എടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ എടുക്കുന്നത് ഒരു ചിക്കൻ ബോൾസാണ് കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, പച്ചമുളക് ഒരു 2 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തത്, ക്യാപ്സിക്കം, ക്യാബേജ്, ക്യാരറ്റ്, ഒരു ചെറിയ സവാള, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതൊന്ന് ഞാൻ ഈ ബട്ടറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് കളർ ചേഞ്ച് ആവുക അങ്ങനത്തെ ഒന്നും വേണ്ട. ആ ഒരു നല്ലൊരു ഗാർലിക്കിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചെറിയൊരു സവാളയായിട്ട് എടുത്തിട്ടുള്ളത്, അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ഇനി സവാള ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ കേട്ടോ. നമ്മൾ ഒരുപാട് വഴണ്ട് കിട്ടേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ കാണിച്ചു തരാം. ആ രീതിയിൽ ഒന്ന് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതിയാവും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നത് കറക്റ്റ് 1 മിനിറ്റ് തന്നെ മതി കേട്ടോ. അത്രയും തന്നെ നമുക്ക് വഴന്ന് കിട്ടിയാൽ മതി. അപ്പോൾ ഈ ഒരു ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആവുക, ഇത്രയും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ, ഒരു വലിയ പീസ് 2 ചെസ്റ്റ് പീസ് ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലുള്ളതാണെങ്കിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൽ നിന്ന് ഇങ്ങനെ വിടിച്ച് കൈകൊണ്ട് ഇങ്ങനെ പിച്ച് എടുത്താൽ മതി. ഇനി കൈകൊണ്ട് എടുക്കുന്നതാണ് നല്ലത് ഈ ഒരു വലുപ്പത്തിൽ കിട്ടാൻ. ഇനി നിങ്ങൾക്ക് ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചെടുത്തതാണ്, കുരുമുളക് പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച് കൊടുത്ത് ചിക്കൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്താലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഒരു 1/2 കപ്പ് ക്യാബേജ്, 1/2 കപ്പ് ക്യാരറ്റ്, അതിൻ്റെ ഒരു അളവ് കുറച്ച് കുറച്ചിട്ട് ക്യാപ്സിക്കം കൂടെ എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. നിങ്ങൾ ചിക്കൻ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും എടുക്കുക കേട്ടോ. ചിക്കൻ കുറക്കുമ്പോൾ അതനുസരിച്ച് എല്ലാം കുറക്കുക. അങ്ങനെ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് എല്ലാത്തിലും മാറ്റങ്ങൾ വരുത്താം. ഇനിയിപ്പോൾ എല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വഴറ്റി ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വെജിറ്റബിൾസിലേക്കും എല്ലാം ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ലാണ്ട് ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. ഇനി മൊത്തത്തിലൊന്ന് മിക്സ് ആയതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഇത് ഓവർ കുക്കായിട്ടൊന്നുമില്ല. ശേഷം ഞാൻ ഫ്രഷ് ക്രീം കുറച്ച് ഒഴിക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിലുള്ള ഇതില്ലെങ്കിൽ പേടിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു തരാം. അതില്ലാതെയും ചെയ്യുന്നത് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഒരു അരക്കപ്പോളം ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതെന്നെ എടുത്തോ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഒരു അരക്കപ്പോളം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് പാല് ഇതാ സാധാ ഇങ്ങനെ തിളപ്പിക്കാത്ത പാലായാലും തിളപ്പിച്ച പാലായാലും കുഴപ്പമില്ല, ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു 3 പീസ് ബ്രെഡ്, 3-4 പീസ് ബ്രെഡ്, ഒരുപാടാവരുത് കേട്ടോ. ഇത്രയും അളവിലേക്കാണ് ഞാൻ 3 പീസ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് പിച്ചിട്ടിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ഞാൻ ഒരു കൈപ്പിടി കുറച്ച് ചീസ്, അത് മൊസറല്ല ചീസായാലും ചെഡാർ ചീസായാലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളിത് കണ്ടൊന്നും പേടിക്കണ്ട, ഇതൊന്നും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞു തരാം. ഇതേ ടേസ്റ്റ് കിട്ടുന്ന രീതിയിൽ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഈ ബ്രെഡൊക്കെ ഒന്ന് ഉടഞ്ഞ് ഇത് നമുക്ക് ഉരുട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബ്രെഡൊക്കെ ഒന്ന് ഉടഞ്ഞ് നമുക്കൊരു ഉരുട്ടിയെടുക്കാൻ പാകത്തിനായി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ പറഞ്ഞു ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു 2 ടീസ്പൂൺ മൈദ ആ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് എല്ലാത്തിലേക്കൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് പാല്, ഒരു 1/4 കപ്പോളം പാല്, 1/4 കപ്പോ 1/2 കപ്പൊക്കെ പാല് ഒഴിച്ചു കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ, നിങ്ങൾ ആദ്യം ബട്ടർ എല്ലാം ഓയിലാണ് ഒഴിച്ചതെങ്കിൽ 1-2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രഷ് ക്രീമൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ടേസ്റ്റ് ഇല്ല, അത് ഇതിന് വരണം കേട്ടോ. അതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. ഈ ഫ്രഷ് ക്രീം നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു ചീസൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും, നല്ല ഫ്ലേവർ വരും ഇതിന് വേണ്ടിയിട്ട്, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് നന്നായിട്ട് ഇതാ ഉടഞ്ഞ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടുമേ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഇങ്ങനെ ഒരു ഗ്രേവി ആ ഒരു രീതിയിലാവരുത്, ഇതുപോലെ തിക്കായിട്ട് വരണം, ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു രീതിയിലാവണം. ഇങ്ങനെ ഉരുട്ടാൻ വേണ്ടി പറ്റണം. അതിനുശേഷം ഞാൻ ഫ്ലെയിമെല്ലാം ഓഫാക്കിയതിന് ശേഷം കുറച്ച് ചീസും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. നിങ്ങൾ കയ്യിൽ ചീസ് ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക, എന്നിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലത്തെ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. എന്നാലും നല്ല ടേസ്റ്റ് ഇതിന് കിട്ടുക. ഉണ്ടെങ്കിൽ ചീസും കാര്യങ്ങളൊക്കെ ചേർത്തും കൊടുക്കുക. ചേർത്ത് കൊടുത്താൽ വേറെ തന്നെ ടേസ്റ്റ് ആട്ടോ. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ചെറിയൊരു ചൂടോടെ തന്നെ ആ ചൂടിൽ ആ ചീസില്ലേ അതൊക്കെ അങ്ങ് മെൽറ്റാവും കേട്ടോ, പെട്ടെന്ന് തന്നെ മെൽറ്റാവും. ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മളത് ചെറിയൊരു ചൂടോടെ തന്നെ ഉരുട്ടിയെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഞാനൊരു സ്പൂണിന് അങ്ങനെ അളന്നെടുക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നമ്മൾ ഒരേ വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. അതായത് ഇതുപോലെ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോട്ടെ. നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും ഉരുണ്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഇതെല്ലാം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇതും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു ബോക്സിലാക്കിയിട്ട് ഒരു കണ്ടെയ്നറിലോ എന്തെങ്കിലും ആക്കിയിട്ട് ഇങ്ങനെ ലെയർ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ആക്കി വെച്ച് കൊടുത്തിട്ട് ഫ്രീസ് ചെയ്യുക കേട്ടോ. ഫ്രീസ് ചെയ്തിട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് 2 ആഴ്ച വരെ നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് 2 മിനിറ്റ് പുറത്ത് വെച്ചിട്ട് അതൊന്ന് ഇളകി കിട്ടേണ്ട സമയം വരെ, അതിന് കൂടുതൽ വെക്കേണ്ട കാര്യമില്ല കേട്ടോ. എന്നിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ നിങ്ങളിതെല്ലാം ചെയ്തിട്ട് വേണം കേട്ടോ, ബ്രെഡ് ക്രംസും എല്ലാം ചെയ്തിട്ട് വേണം ഫ്രീസ് ചെയ്യാനേ. ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അതാ കുറച്ച് മൈദയിലേക്ക് ഉപ്പും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഈ ഒരു രീതിയിലൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട പൊട്ടിച്ചിട്ട് അത് ബീറ്റ് ചെയ്തിട്ട് അതെടുക്കാം. ഞാനിപ്പോൾ മൈദ എടുക്കുന്നതേ ഉള്ളൂ. അതാ ഇതിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കൈ കൊണ്ട് മൈദയിൽ ഡിപ്പ് ചെയ്യുക, മറ്റൊരു കൈ കൊണ്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ ഞാൻ ബാക്കിയുള്ള എല്ലാ സ്നാക്സും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ടേ. ഇത് നമ്മൾ ഒരുപാട് മസാലസും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, പക്ഷേ ഇതിന് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ആ ഒരു ഫ്രഷ് ക്രീമിൻ്റെയും അറിയാലോ, പാല് ചീസ് എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്, നല്ല ഫ്ലേവർ ഉണ്ടാവും നമ്മളെ സ്നാക്സിന്. അപ്പോൾ ഇതാ ഞാൻ ഇതെല്ലാം ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ തന്നെ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞത് നമുക്ക് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാനും വേണ്ടിയിട്ട് പറ്റും.
ഇനി ഇതാ ചൂടായ എണ്ണയിലിട്ടിട്ട് ഒരു ഗോൾഡൻ, നമ്മൾ നേരത്തെ ആ റോള് കബാബ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തില്ലേ, അതുപോലെ തന്നെ ഗോൾഡൻ കളറാകുന്നവരെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. നമുക്കിതിൽ കുക്കാവാനോ ഒന്നുമില്ല, ജസ്റ്റ് ആ ഒരു കളർ ചേഞ്ച് ആയി വരാനേ ഉള്ളൂ കേട്ടോ. ആ ഒരു കോട്ടിംഗ് ഒന്ന് കളർ ചേഞ്ച് ആയി വരാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സ്നാക്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും അളവിൽ ഞാൻ ഈ ഒരു ഇത്രയും ക്വാണ്ടിറ്റി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടേ. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 25 അത്രയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് ഇങ്ങനെ ഈ ബോൾസ്, ചിക്കൻ ബോൾസ് മുങ്ങി നിൽക്കുന്ന രീതിയിൽ എണ്ണയൊന്നും ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ 2 ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. കാര്യം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുക്കാവാനായിട്ടൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതാ ഇത്രയും മതി. ഇനി ഇതൊന്ന് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. എണ്ണ ഉടുക്കി അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. നല്ല കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ പൊട്ടിപ്പോവാതെ പൊടിഞ്ഞു പോവാതെ ഉണ്ടാക്കിയിട്ട് എടുക്കാനും വേണ്ടിയിട്ട് പറ്റും. ഫ്ലോപ്പ് ഒന്നും ചെയ്യാത്ത റെസിപ്പീസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകല്ലേ. പിന്നെ കുറേ പേര് എണ്ണയിൽ ഫ്രൈ ചെയ്യാത്ത സ്നാക്സ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മുന്നേ പോളകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ അത് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കാം. പിന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ളതും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതാ ഞാൻ 2 ട്രിപ്പായിട്ട് മുഴുവൻ നമ്മളെ സ്നാക്സും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടേ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു സ്നാക്ക്. കുട്ടികൾക്കല്ല, വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. പക്ഷെ അവർക്ക് ഒന്നുകൂടെ ഇഷ്ടമാവും, കാരണം ചീസും എല്ലാം ഉള്ളതല്ലേ. ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇത് ശരിക്കും കാണുന്ന പോലെയല്ല, കഴിക്കുമ്പോൾ നല്ല ഫ്ലേവറാട്ടോ നമുക്ക് കിട്ടുക. നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും, അങ്ങനത്തെ ഒരു ഫ്ലേവറാണ് നമ്മളിത് കഴിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുക. പിന്നെ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് അതും നല്ലതാണ് കേട്ടോ. അവരറിയാതെ തന്നെ അവർ കഴിച്ചോളും, ചിക്കനൊക്കെ ഉള്ളതുകൊണ്ട്. ഇനി നമുക്ക് ഒരു ഷവർമ്മ സമൂസ നോക്കാം. അതിനൊക്കെ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളക്, ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു വലിയ കഷ്ണം പട്ട, 2 ഏലക്ക, ഒരു 3 ഗ്രാമ്പൂ. നിങ്ങൾ കുറേ അധികം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടെ ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി കുറച്ച് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1-2 ടീസ്പൂൺ നാരങ്ങ പിഴിഞ്ഞും കൂടെ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ചിക്കനിലേക്ക് ഒരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഷവർമ്മയിലേക്കുള്ള ചിക്കൻ്റെ കോട്ടിംഗ് ആണ് ഇപ്പോൾ നമ്മൾ പേസ്റ്റ് നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കനിലേക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഞാൻ ഈ ഒരു രീതിയിൽ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടായിട്ടുള്ളത്. ഇനി ഈ മസാല എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് അവിടെ മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് കുക്കാക്കി എടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു സമൂസയാണ് കേട്ടോ. സാധാ സമൂസ എന്നൊരു ഡിഫറെൻ്റ് ആയിട്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആട്ടെ ഇതിന് കിട്ടുന്നത്. എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ചേഞ്ച് ആയിട്ട്. അപ്പോൾ ഇതാ ഇനി പാന് വെച്ചു, അതിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ എന്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയോടുകൂടി ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 1-2 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. കാരണം അതിൽ നിന്ന് ചിക്കനിൽ നിന്ന് വെള്ളം ഊർന്നു വരും, അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് വെച്ചതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2 ഭാഗവും നല്ല മുരിഞ്ഞ് നല്ല കറക്റ്റായിട്ട് കിട്ടും. ഈ സമയം ഞാൻ ഹൈ ഫ്ലെയിമിലാട്ടോ വെച്ചിട്ടുള്ളത്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഇതാ കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊന്നും ഇറങ്ങി വരുന്നില്ല. ആ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ട്, ഇനി ഇതിൽ നിന്ന് വെള്ളം വരില്ല കേട്ടോ, ലോ ഫ്ലെയിമിലാക്കിയിട്ട് ചെറുതായിട്ട് ഞാനവിടെ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പാൻ വെച്ച് കൊടുത്തു. ഇതിലേക്ക് സവാള
ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ് ഇത്രയും എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാളയായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുത്തു. സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. ഒരുപാട് നമ്മൾ സാധാ സമൂസ ഉണ്ടാക്കുന്ന മസാലേൻ്റെ അങ്ങനെയൊന്നും പോണ്ട. എന്നാലും ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി ഒന്ന് നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ, അതുപോലെ ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വന്നാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ക്യാബേജ് ഒരു അരക്കപ്പ്, പിന്നെ ക്യാരറ്റ് അരക്കപ്പ്, അതിൽ നിന്ന് കുറച്ച് കുറഞ്ഞ അളവിൽ ക്യാപ്സിക്കം കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെജിറ്റബിൾസിലേക്കുള്ള ഉപ്പ്, കുറഞ്ഞ ഉപ്പ് കേട്ടോ, നമ്മൾ സവാളയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഷവർമയിൽ ഇങ്ങനത്തെ ഈ വെജിറ്റബിൾസ് ഒന്നും നമ്മൾ കുക്ക് ചെയ്യൂല. പിന്നെ നമ്മൾ സമൂസയിൽ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കതിലിങ്ങനെ ഫില്ല് ചെയ്യാനും ഒക്കെ പറ്റണം. കുറച്ചൊന്ന് മസാല ഒന്ന് ഒതുങ്ങി കിട്ടണം. മാത്രമല്ല ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ ഒരു ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു. കുറച്ചൊരു 1/2 ടീസ്പൂൺ പെപ്പർ, കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ മസാലകളും കാര്യങ്ങളും ഒന്നും ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം. അപ്പോൾ 1 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ആ ഒരു സമയം കൊണ്ട് നമ്മൾ ചിക്കൻ ഇതാ നല്ല കറക്റ്റായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ കട്ടിംഗ് ബോർഡിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെറിയ കുറച്ച് വലിയ പീസല്ലേ, നമ്മൾ ഷവർമയിലെ പോലെയല്ല, നമ്മൾ സമൂസയിലേക്ക് ഇടുമ്പോൾ കുറച്ചുകൂടി ചെറിയ പീസാവുന്നതാണ് നല്ലത്. അത് ഫോൾഡ് ചെയ്യാനും ഒക്കെ ഇതിങ്ങനെ ഒതുങ്ങി നിൽക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഷവർമയിലേക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കില്ല, ഇങ്ങനെ അരിഞ്ഞ് കൊടുത്തിട്ടല്ലേ എടുക്കുക. അതിന് പകരം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ വെജിറ്റബിൾ മിക്സിലേക്ക് ഇത്രയും മതി കേട്ടോ. വെജിറ്റബിൾസ് ഒരുപാടങ്ങ് കുക്ക് ചെയ്യുകയൊന്നും വേണ്ട. എന്നാൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി. അതിലേക്ക് നമ്മൾ ചിക്കൻ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തു. ചിക്കനിൽ നമ്മൾ ഉപ്പൊക്കെ നേരത്തെ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറൊക്കെ എല്ലാ രീതിയിലും എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ 1 മിനിറ്റ് ഒന്ന് നമ്മൾ മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ വെറ്റായിട്ടുള്ള ആ ഒരു നനവുള്ള മസാലയാവരുത്, എന്നാൽ ഉണങ്ങി ഡ്രൈ ആവുകയും ചെയ്യരുത് കേട്ടോ. ഈ ഒരു രീതിയിൽ ഇത്രയും മതി കേട്ടോ. ഇത് കണ്ടോ, നല്ല അടിപൊളി മസാലയാണ്. അപ്പോൾ ഞാനത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫോൾഡ് ചെയ്തെടുക്കാം. സമൂസ ഫോൾഡിങ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സമൂസ ഫോൾഡിങ് കൂടെ ചെയ്യണം കൂടെ കാണിക്കണമെന്ന്. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് പോലെ ചെയ്യാം കേട്ടോ. അതിൻ്റെ ആ ഒരു എൻ്റെ ഭാഗം പിടിച്ചിട്ട് ഇതാ ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് പിന്നെ ആ ഒരു കോർണർ നോക്കിയാൽ മതി കേട്ടോ. ആ ഒരു കോൺ ഭാഗം ഈ ഒരു ഭാഗത്തേക്ക് ആവുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. റെഡിയായി. ഇനി ഇതാ നമ്മൾ ആ ഒരു ഉള്ളിലേക്ക് വെക്കേണ്ട ആ ഒരു ഭാഗം അത് റെഡിയാക്കി എടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് ഫില്ലിങ് വെച്ച് കൊടുക്കരുത്. ഏത് സമൂസയാണ്, നമ്മളിപ്പോൾ ഷവർമ സമൂസയാണ്, ഏത് സമൂസയാണെങ്കിലും ഒരുപാട് ഫില്ലിങ് വെച്ച് കൊടുക്കരുത്. ഒരു പാകത്തിന് വെച്ച് കൊടുക്കുക. ഒരുപാട് ചെയ്ത് കൊടുത്താൽ ഹോൾസ് വരും, നമുക്ക് ശരിക്ക് ആ ഒരു ഷേപ്പിലാക്കി എടുക്കാനും പറ്റില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ട് പിന്നെ അതിൻ്റെ എൻ്റെ ഭാഗത്ത് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ആ മൈദേൻ്റെ കോട്ടിങ് ഉണ്ടായിരുന്നല്ലോ, മൈദയും ഉപ്പും കൂടെ മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടില്ലേ, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി ഭാഗം ഒന്നും ഇങ്ങോട്ടേക്ക് തിരിച്ച് ഫോൾഡ് ചെയ്യുക കേട്ടോ. അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാ ഭാഗവും അതുകൊണ്ട് ആ ഒരു മൈദ ഉള്ളതും കൊണ്ട് അവിടെ അങ്ങ് ഒട്ടി നിന്നോളും. അപ്പോൾ ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടണം. അത്രയേ ഉള്ളൂ കേട്ടോ. സമൂസയ്ക്ക് പലരും പല രീതിയിൽ ഫോൾഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന രീതിയിലൊക്കെ നിങ്ങൾ ഫോൾഡ് ചെയ്യുക. അറിയാത്തവർ നമ്മൾ വീഡിയോയിൽ ഇതുപോലെ നോക്കിയിട്ട് ചെയ്തെടുത്തോ. ഇപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് ആവാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഞാൻ ചെയ്തെടുക്കലുണ്ട് കേട്ടോ. അപ്പം അതും കൂടെ ഞാൻ കാണിച്ചു തരാം. നല്ല ടേസ്റ്റുള്ള ഫീലിംഗ് ആട്ടോ ഇത്. ശരിക്കും നമ്മളൊരു ഷവർമ കഴിക്കുന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടും. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള സമൂസയും കാര്യങ്ങൾക്കൊക്കെ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമ്മൾ മുമ്പൊക്കെ ആവുന്ന സമയത്ത് അവർക്ക് കുട്ടികളെ ഇത് നോക്കിയിട്ടാണല്ലോ നമ്മൾ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. എന്തായാലും സ്നാക്സ് ഒന്നും ഉണ്ടാക്കാതെ അവരെ പിടിച്ചു നിർത്താനും ഒന്നും പറ്റില്ല. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ആണ് ഈ ഒരു മസാല രീതിയൊക്കെ. അപ്പോൾ ഇനി ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത് ഫോൾഡ് ചെയ്യുന്ന ഈ ഒരു രീതിയാണ് കേട്ടോ. ഇതെനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കോണാക്കി പിടിക്കൂലേ, അങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മസാല ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ ഒരു ഈസി മെത്തേഡ് ഇതാണ്. മറ്റേത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് മാത്രം. അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയി തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. പെട്ടെന്ന് ആക്കിയെടുക്കുക. ഈ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. എണ്ണ കയറാത്ത രീതിയിൽ, ഹോൾസ് ഇല്ലാത്ത രീതിയിൽ കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം എണ്ണ കയറിക്കഴിഞ്ഞാൽ മസാലയിലൊക്കെ സമൂസേൻ്റെ ഉള്ളിലേക്കൊക്കെ എണ്ണ കയറിക്കഴിഞ്ഞാൽ ഭയങ്കര മോശമാവും.
അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാനിത് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തു. ഇത് കണ്ട, ഇതും നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ബോക്സിൽ ലെയറാക്കി വെച്ചിട്ട് ഇതുപോലെ കേട്ടോ. നമുക്ക് ഞാനിപ്പോൾ കുറച്ച് എടുത്തു വെക്കുന്നുണ്ട്. ഇതുപോലെ ബോക്സിലൊന്ന് ലെയർ ചെയ്ത് വെക്കുക. അതിൻ്റെ മുകളിൽ ഒരു ലെയർ ഇട്ടതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഒരു 2 ദിവസത്തേക്ക് തന്നെ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു 2 ആഴ്ചയൊക്കെ നിങ്ങൾ ഒരാഴ്ചയൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഫ്രീസറിലേക്ക് വെച്ചിട്ട് അത് ഉണ്ടാക്കുന്നതിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഉണ്ടാക്കുന്നതിൻ്റെ 2 മിനിറ്റ് മുമ്പ് പുറത്തെടുത്ത് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നല്ല തിളച്ച ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്ത് മാറ്റുക. ഇനിയിപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഞാൻ സമൂസ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ സമൂസ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഒരുപാട് എണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിയിലൊക്കെ എണ്ണ മതി കേട്ടോ. നമ്മൾ തിരിച്ചും ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് കളർ ചേഞ്ച് ആവാതെ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാനും ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളർ മതി കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നമ്മൾ നല്ല അടിപൊളി മസാലയും ഒക്കെ ആയിട്ട് നല്ല സെറ്റ് സാധനമാണ് കേട്ടോ. ഈ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ശരിക്കും നല്ലതാണ് കേട്ടോ. ഇങ്ങനത്തെ ഫ്രീസ് ചെയ്ത ഐറ്റംസൊക്കെ അവർക്ക് ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു സൺഡേ ഒരു ഒഴിവ് ദിവസം അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ വർക്കിംഗ് ഡേയ്സിൽ മൊത്തം നിങ്ങൾക്കുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് അങ്ങനത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതിയാവും. ഇനിയില്ലേ, നമ്മൾ ഷവർമ്മ സമൂസയ്ക്ക് ഒരു ഡിപ്പും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഷവർമ്മ കഴിക്കുക. കുറച്ച് മയണൈസ്, ഹെൽത്തി മയണൈസൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. കാഷ്നട്ട് ഉപയോഗിച്ചിട്ടുള്ളതും അല്ലാതെ എഗ്ഗ് ഉപയോഗിച്ചിട്ടുള്ളതും ഒക്കെ കാണിച്ചിട്ടുണ്ട്. കുറച്ച് മയണൈസ് ചേർത്ത് കൊടുത്തു. മയണൈസിൽ വെളുത്തുള്ളി ഇട്ടിട്ടില്ലെങ്കിൽ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇട്ടിട്ടുണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. പിന്നെ ഒരു 2-3 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തൈരിലും മയണൈസിലും ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സീൻ്റെ ജാറിൽ നേരിട്ട് കൊടുത്താൽ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ലൊരു ഡിപ്പാണ് ഇട്ടത്, നല്ല ടേസ്റ്റാണ്. ഇത് കൂട്ടിയിട്ട് നമ്മളെ ഷവർമ്മ സമൂസ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ടൊമാറ്റോ സോസൊക്കെ വെച്ചിട്ട് കഴിക്കുമ്പോൾ ആ ഒരു രീതിയിലല്ലേ. ഇതിപ്പോൾ ഈ ഒരു ഡിപ്പൊക്കെ വെച്ചിട്ട് കഴിക്കാൻ നമ്മളെ റമദാൻ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല രസമായിരിക്കും, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഇനി ഞാൻ കാണിക്കുന്നത് ഒരു ചൈനീസ് സമൂസയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ടും കൂടെ ഒരു 1/2 ടീസ്പൂൺ കേട്ടോ, അത്രയും എടുത്തിട്ടുണ്ട്. ഒരു 2 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളി കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തത് നമ്മളെ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ, ഒരു 2 വലിയ പീസ് ചിക്കൻ എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് അത് നമ്മളെ വെളുത്തുള്ളി ഇഞ്ചി ആ ഒരു ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിൽ നിന്ന് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് ചെറിയ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും തന്നെ കുക്കാവും കേട്ടോ. നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനല്ലേ. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. സവാളൊക്കെ വഴറ്റിയൊന്നും സമയം കളയേണ്ടാത്ത സ്നാക്സാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, മല്ലിയില ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ചിക്കൻ ഒരുപാട് കുറഞ്ഞു പോകരുത്. വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കും, കുറേ വെജിറ്റബിൾസും കുറഞ്ഞ ചിക്കനും ആവരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണൊക്കെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് സോയാ സോസ്, ഒരു 2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. പിന്നെ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി റെഡ് ചില്ലി സോസ് നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ 1-2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയേ. ഉണക്കമുളക് ചതച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിങ്ങനെ ഒരുപാട് കുക്കായിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. 1 മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി. വല്ലാണ്ട് ആ ഒരു ക്രഞ്ചിനെസ് പോകാൻ വേണ്ടി ചെറിയൊരു ക്രഞ്ചിയും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി കുറച്ച് മല്ലിയില കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ.
സ്പ്രിംഗ് ഓണിയനൊക്കെ ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോ, നല്ലത് തന്നെയാണ്. ഞാനിപ്പോൾ മല്ലിയില കയ്യിലുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തു. ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തു. അപ്പോൾ നമ്മളെ മസാല സെറ്റായിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ്, എന്നാൽ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇത് ഞാൻ മുന്നേ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കാണാത്തവർക്ക് റെസിപ്പി ആയിട്ട് ഇതിൽ ആഡ് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. ചൈനീസ് സമൂസ. ഇനി ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല, അതുപോലെ സമൂസ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ചൈനീസ് സമൂസയും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പച്ചവെള്ളം കേട്ടോ, ആ ഒരു നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എടുത്തുള്ളത് പച്ചവെള്ളമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവിടെ ഇങ്ങനെ ഒട്ടി നിന്നോളും. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചത് എല്ലാ സ്നാക്സിലേക്കും മൈദ എടുത്തത് ബാക്കി ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി ചൂടായ എണ്ണയിലിട്ടിട്ട് നമ്മളെ സമൂസ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ സമൂസയും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ച എല്ലാ ഡിഷസും എല്ലാ സ്നാക്സും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊന്നും അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ, റെസിപ്പീസ് ഇഷ്ടമായോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം അതെന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും നമ്മൾ റമദാനിലേക്കുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.